Yes. In the last class, we have discussed the psychoanalytic theory of Sigmund Freud. And in the last session, we have gone through the psychosexual development, especially the latency period, especially the latency period and uh, uh, genital stage, latency period and genital stage. Okay, no doubt the genital stage is it is the development of socialization. In this stage, the child achieve the socialization ability. That skill was imbibed among children at this stage. Then it is also it is at this time the inability to conceptualize, lack of motivation in school or job, inability to conceptualize, that is the speciality of that stage. Then ലേറ്റൻസി പീരീഡിലാണ് നമ്മളൊരു സോഷ്യലൈസേഷൻ എന്നൊക്കെ പറയുന്നത് വരുന്നു. അതുപോലെ എന്താണ് ഒരു സെക്ഷൽ ഡെവലപ്മെൻറ്റിൻ്റെ അതിനകത്തൊക്കെ ഒരു ചേഞ്ച്, ഒരു പ്ലഷർ സീക്കിങ്ങിൽ, സോഷ്യലൈസേഷനിലാണ് നമ്മൾ പ്ലഷർ കണ്ടെത്തുന്നത്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് സെയിം സെക്സ് റിലേഷൻഷിപ്പ്, സെയിം സെക്സിലുള്ള ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുക, ആ ഒരു ആശയം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലേറ്റൻസിയിൽ വരുന്നത്. ദെൻ അവരുടെ മറ്റൊരു അടുത്ത ലെവൽ, അപ്പോൾ പ്ലഷർ സീക്കിംഗ് എന്ന് പറയുന്നത് ത്രൂ സോഷ്യലൈസേഷൻ. ദെൻ next stage is genital stage, that is 11 years to adulthood. That is sexual maturity and satisfactory relationships with the opposite sex. Sexual maturity achieve ചെയ്യുന്ന ഒരു ടൈമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ ഇൻ്ററാക്ഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ് ജെനിറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. ദെൻ ഫ്രിജിഡിറ്റി, ഇമ്പോർട്ടൻസ്, പ്രീമച്ചുർ ഇജാക്കുലേഷൻ, അൺസാറ്റിസ്ഫാക്ടറി റിലേഷൻഷിപ്പ്. It is this period that is purely focused on the heterosexual relationship. Pleasure seeking എന്ന് പറയുന്നത് ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ആണ് നിൽക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ. അപ്പോൾ ഈ ഒരു സ്റ്റേജസിൽ നിന്നുമാണ് വളരെയധികം ക്രിറ്റിസിസത്തിന് വിധേയമായി. ദെൻ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഈ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റിനോളം ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട മറ്റൊരു ഏരിയ ഉണ്ടായിരുന്നില്ല. മറ്റു പല ഏരിയയിലും ദർ ഈസ് നോ സയൻറ്റിഫിക് എവിഡൻസ് ബിഹൈൻഡ് സച്ച് ടൈപ്പ് ഓഫ് ഫിനോമിന, എസ്പെഷ്യലി ദ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, ദ ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് എക്സെട്ര. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ ലാർജ് സ്കെയിൽ ക്രിറ്റിസിസമാണ് കൺഫ്രോണ്ട് ചെയ്തത്. ബിക്കോസ് ഒരു ന്യൂ ബോൺ ബേബിക്ക് സെക്ഷൽ പ്ലഷർ ഉണ്ട് എന്നുള്ളതാണ്, ഉണ്ടോ, അത് തെറ്റല്ലേ എന്നുള്ളൊരു ക്രിറ്റിസിസം. അതെങ്ങനെ അച്ചീവ് ചെയ്യുന്നു, അതൊരിക്കലും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ഒത്തിരിയേറെ ക്രിറ്റിസിസംസ് നേരിട്ടു, പ്രത്യേകിച്ച് സെക്സ് എന്ന് പറയുന്ന ടേമിനെ ബേസ് ചെയ്തിട്ട്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് സൈക്കോ അനാലിസ്റ്റുകളും അതുപോലെ നിയോ ഫ്രോയിഡിയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായി. അതായത് നിയോ ഫ്രോയിഡിയൻസ് മീൻസ് ഫോളോവേഴ്സ് ഓഫ് സൈക്കോ അനാലിസിസ്, ഫോളോവേഴ്സ് ഓഫ് ഫ്രോയിഡ്. അപ്പോൾ അതുപോലെ തന്നെ ഈ നിയോ ഫ്രോയിഡിയൻസ് പലരും സൈക്കോ അനലിറ്റിക് തിയറി, ദേ ആക്സെപ്റ്റ് ദ ബേസിക്സ് ഓഫ് സൈക്കോ അനലിറ്റിക് തിയറി ആൻഡ് oppose with some areas, and they develop another theory in the opposing part of psychoanalytic. They substitute some parts and they develop their own theory. That means Erikson is a neo-Freudian. Erikson ഉണ്ട്, കാൾ യൂങ്, ദെൻ അങ്ങനെ പല റിസർച്ചേഴ്സും ഇവരെല്ലാവരും ഫ്രോയിഡിയൻസ് ആയിരുന്നു, സൈക്കോ അനലിസ്റ്റുകളായിരുന്നു ഒരു കാലത്ത്. ദെൻ അതിനുള്ളിൽ നിന്നും അവർ ഗ്രാജുവലി ചേഞ്ച് ചെയ്തു. Then Erikson was a strong follower of Sigmund Freud and psychoanalytic theory, but he strongly opposed the psychosexual development. എന്ന് പറയുന്നതിന് അദ്ദേഹം ഒപ്പോസ് ചെയ്തു, ബാക്കിയെല്ലാം അദ്ദേഹം ഒരു പരിധി അക്സെപ്റ്റ് ചെയ്തു. ദെൻ അദ്ദേഹം ആ പോർഷൻ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ അദ്ദേഹം ഒഴിവാക്കി. ഹി എസ്റ്റാബ്ലിഷ്ഡ് അനദർ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ദാറ്റ് ഈസ് നോൺ ആസ് psychosocial, because social interactions give various influence upon, so social interactions influenced the personality development of a child. അപ്പോൾ
സൈക്കോസെക്ഷൽ എന്നല്ല പറയേണ്ടത്, പകരം സൈക്കോസോഷ്യൽ എന്നാക്കണം എന്നുള്ള ഒരു ആശയമായിരുന്നു എറിക്സൻ്റേത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തിയറി സൈക്കോസോഷ്യൽ തിയറി എന്നാണ് പറയുന്നത് തന്നെ. ദ ടേം സൈക്കോസോഷ്യൽ ഓൾസോ കോയിൻഡ് ബൈ എറിക്സൺ, നിയോ ഫ്രോയിഡിയൻ എറിക്സൺ. ദെൻ he extended Freud's personality development across the lifespan. He extended the Freud's personality development across the lifespan. നമ്മുടെ ജെനിറ്റൽ പീരീഡിലെ 11 years to adulthood എന്ന് പറയുന്നിടത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹം അവിടെ നിർത്തുമല്ല, പകരം അത് ലൈഫ് സ്പാൻ, എൻറ്റയർ ലൈഫ് പീരീഡിനെ അദ്ദേഹം സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് നടക്കുന്നതായിട്ട് അദ്ദേഹം അതിനെ കൺവേർട്ട് ചെയ്തെടുത്തു. എൻറ്റയർ സ്റ്റേജസ്. അപ്പോൾ ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ഒരു സ്റ്റേജിൻ്റെ അണ്ടറിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. ദെൻ എറിക്സൺ ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സൈക്കോസെക്ഷൽ എന്നല്ല. ദെൻ ഇൻസ്റ്റെഡ് ഓഫ് സൈക്കോസെക്ഷൽ ഹി എസ്റ്റാബ്ലിഷ്ഡ് ദ ടേം സൈക്കോസോഷ്യൽ ബിക്കോസ് സോഷ്യൽ ഇൻ്ററാക്ഷൻസ് influenced much more in the development process of a personality. Then Erikson was a neo-Freudian and criticized psychosexual stages of development. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നീട് the term psychosocial was introduced by എറിക്സൻ്റെ ആണ് ഈ ഒരു സൈക്കോസോഷ്യൽ എന്ന് പറയുന്ന ഒരു ടേം തന്നെ ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹം 1902 മുതൽ 1994 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. ഹി വാസ് എ ജർമ്മൻ സൈക്കോ അനലിസ്റ്റ്. അപ്പോൾ ഈ ട്രമൻഡസ് ചേഞ്ചസ് ആണ് വേൾഡിൽ, ഓൾ ഓവർ ദ വേൾഡ് സൈക്കോ അനലിറ്റിക് മൂവ്മെൻറ്റ് ക്രിയേറ്റഡ് ട്രമൻഡസ് ചേഞ്ച് ബട്ട് എറിക്സൺസ് and some other psychoanalysts, they strongly support the findings of psychoanalysis and opposed with certain elements of psychoanalysis. അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. അവർ ഇതിൻ്റെ ബേസിക്സിനെ ഇവർ അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം അതിലെ ചില എലമെൻസിനോട് അവർ എന്ത് കാണിച്ചു, വിയോജിപ്പ് കാണിച്ചു, എലമെൻസിനെ അവർ വിട്ടു. അവിടെയാണ് എന്ത് വരുന്നത്, ഈ എറിക്സൻ്റെ തിയറി പോലെയുള്ളത്, കാൾ യൂങ്ങിൻ്റെ തിയറി വരുന്നത്. അതുപോലെ എന്തായിരുന്നു, അത് അവരുടെയൊക്കെ തിയറികൾ എമർജ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചില ഒപ്പോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെയൊക്കെ തിയറീസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തത്. യെസ്, സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിനെ എക്സ്പാൻഡ് ചെയ്ത് ലൈഫ് സ്പാൻ ഡെവലപ്മെൻ്റ് ആയിട്ട് അദ്ദേഹം കൺവേർട്ട് ചെയ്തപ്പോൾ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്, ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് എന്ന് പറയുന്നത് 8 സ്റ്റേജസ് ആണ് അദ്ദേഹം കൊണ്ടുവന്നത്. 8 സ്റ്റേജ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സാണ് നടക്കുന്നതെന്നാണ് എറിക്സൺ പറയുന്നത്. That are trust versus mistrust, infancy versus isolation, generativity versus stagnation, autonomy versus shame, initiative versus guilt, industry versus inferiority, intimacy versus isolation, generativity versus stagnation, ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ. ഇങ്ങനെ 8 സ്റ്റേജുകളായിട്ടാണ് അദ്ദേഹം അതിനെ തിരിച്ചിരിക്കുന്നത്. 8 സ്റ്റേജസാണ് ഇത് തിരിച്ചിരിക്കുന്നത്. യെസ്, ദെൻ അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ദാറ്റ് വാസ് ബർത്ത് ടു 18 months, ദാറ്റ് ഈസ് ഇൻഫൻസിൻ്റെ ഒരു സ്റ്റേജ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഈ ട്രസ്റ്റും മിസ്ട്രസ്റ്റും അല്ലെങ്കിൽ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഡ്യൂ ടു ദ ഫീഡിങ് ആൻഡ് കെയറിങ് ഓഫ് മദർ. ഫീഡിങ് ആൻഡ് കെയറിങ്, എക്സ്ട്രീം കെയറിങ് ക്രിയേറ്റ് എ സ്റ്റേജ് ദാറ്റ് ക്രിയേറ്റ് ട്രസ്റ്റ് എമംഗ് ചിൽഡ്രൻ. കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യം, അവർക്ക് കൊടുക്കുന്ന ആ ഒരു കെയറും സപ്പോർട്ടും എല്ലാം എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ട്രസ്റ്റ് അവരിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ദെൻ ദേ ജനറലൈസ് ദ ട്രസ്റ്റ് എമംഗ് അതേഴ്സ്, അല്ലേ? മറ്റുള്ളവരും ഇതുപോലെ തന്നെയാണ്. അമ്മയോ അല്ലെങ്കിൽ സ്വന്തം പേരൻസ് കാണിക്കുന്ന ട്രസ്റ്റ്